3600 കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തിയ അഭിനന്ദിനെ നെഹ്റു സ്റ്റഡി സെന്റർ അനുമോദിച്ചു. നോ ഫ്യുവൽ നോ പൊല്യൂഷൻ എന്ന ആപ്തവാക്യവുമായി തൃശൂർ മുതൽ ഡൽഹി വരെ 3600 കിലോമീറ്റർ 56 ദിവസം കൊണ്ടാണ് സൈക്കിളിൽ യാത്ര ചെയ്തത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദിന്റെ വസതിയിലെത്തി അനുമോദിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡ്രോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം നോ ഫ്യൂവൽ നോ പെട്രോൾ എന്ന ആപ്തവാക്യമായിട്ടാണ് നമ്മുടെ സാധാരണ സൈക്കിളിന്, ഇപ്പോൾ നമുക്കറിയാം ഹെർക്കുലീസ് ഒരു പണ്ടത്തൊക്കെ ബ്രാൻഡ് അങ്ങനെയാണ്, ഹീറോ അല്ലെങ്കിൽ ഹെർക്കുലീസ്. ഈ സൈക്കിളും നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഡൽഹി വരെ എത്തി, സൈക്കിളും എത്തി. അതായത് ഈ ആപ്തവാക്യം നോ ഫ്യൂവൽ നോ പൊല്യൂഷൻ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മറ്റു മേഖലകളിൽ ചെറുപ്പക്കാർ ശ്രദ്ധ വ്യാപിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അടുത്തു നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ ഡൽഹി വരെ സൈക്കിളും പോയി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നേരത്തെ രാമട്ട ചോദിച്ചു ഇത് ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ എന്നൊക്കെ, പക്ഷേ അത് അവരൊരു വിൽ പവറിലും അതൊരു വലിയൊരു വിൽ പവർ തന്നെയാണ്. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ബിനോയ് മേനോത്ത് പറമ്പിൽ, രാമൻ, സക്കീർ, ചെമ്മാപ്പള്ളി എന്നിവർ സംസാരിച്ചു. ചെമ്മാപ്പള്ളി അയ്യപ്പത്ത് ദാസൻ ഷിനി ദമ്പതികളുടെ ഇളയ മകനാണ് അഭിനന്ദ്. മൈസൂർ ടയോട്ട കമ്പനിയിലെ ടെക്നീഷ്യനാണ് അഭിനന്ദ്. യാത്ര ചെയ്യാൻ തീരുമാനിച്ച ഒരു 5-6 കൊല്ലം മുന്നാണ്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു തീരുമാനത്തിൽ എത്തിയത്. എനിക്ക് പോയി വരാൻ നല്ല രീതിയിൽ പോയി വരാൻ സാധിച്ചു. പിന്നെ നോ ഫ്യൂവൽ നോ പൊല്യൂഷൻ എന്ന സന്ദേശം കൊണ്ടാണ് ഞാൻ പോയത്. അത് ഡൽഹിക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് ഇതേ സൈക്കിളിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോകാൻ ചിന്തിച്ചിരുന്നത്. അത് തന്നെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു. പിന്നെ അവിടെ പൊല്യൂഷൻ കൂടുതലുണ്ട്, എല്ലാവരും ഈ സൈക്കിളിലേക്ക് വരാം, ഈ വാഹനങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക ആണ് എൻ്റെ ഒരു സന്ദേശം.